മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കുഞ്ഞെഴുത്താണ് ട്ടോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം പാഠപുസ്തകത്തിലെ പച്ചക്കറി തോണി എന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് അതിന്റെ കുഞ്ഞെഴുത്താണ് ട്ടോ നമ്മൾ നോക്കുന്നത്, അതിലെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു കുഞ്ഞെഴുത്തിൽ എന്താണ്, പച്ചക്കറി തോണി എന്ന കുഞ്ഞെഴുത്തിന്റെ പാഠഭാഗത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? 2 ചിത്രങ്ങളുണ്ട് അല്ലേ. അവിടെ കഥ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പച്ചക്കറികൾ അല്ലേ, കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെയോ വെണ്ടക്ക, തക്കാളി. ഇവരൊക്കെ പുഴയിൽ വീണിരുന്നല്ലേ. എങ്ങനെ പുഴയിൽ വീണെന്നൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവര് പുഴയിൽ വീണിട്ട് എന്താ സംഭവിച്ചത്? അവര് വഞ്ചിയിൽ, ഒരു തോണിയിൽ കയറി. എന്നിട്ട് ബാക്കി എന്താണ് നടന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി കഥ പൂർത്തിയാക്കേണ്ടത്. അവര് നാട്ടുചന്തയിലൊക്കെ എത്തുന്നുണ്ട് അല്ലേ, തോണി തുഴഞ്ഞിട്ട്. ഇനി ബാക്കി എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? അതിന്റെ ബാക്കി കഥയാക്കിയിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താണ് ബാക്കി സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പുഴയിൽ വീണ പച്ചക്കറികളെല്ലാം ഒരു തോണിയിൽ കയറി. അവർ തോണി തുഴഞ്ഞ് അക്കരെ എത്തി. ആദ്യം തന്നെ കുമ്പളങ്ങയും മത്തങ്ങയും പുറത്തേക്ക് ചാടിയിറങ്ങി. എന്നാൽ പരിചയമില്ലാത്ത സ്ഥലത്ത് എത്തിയതുകൊണ്ട് തന്നെ തോണിയിലുള്ള മറ്റു പച്ചക്കറികൾക്ക് ആകെ അമ്പരപ്പായിരുന്നു. കണ്ടില്ലേ, അവരുടെ മുഖത്ത് അമ്പരപ്പ് കാണാല്ലേ, ഒരു പേടിച്ചതുപോലെ. എന്നിട്ടോ കൂട്ടത്തിൽ വലിയവരായ കുമ്പളങ്ങയും മത്തങ്ങയും ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. മറ്റു പച്ചക്കറികളോട് പറഞ്ഞു, ആരും പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോന്നോളൂ. നടന്നവർ ഒരു നാട്ടുചന്തയിലെത്തി. അവിടെ എത്തിയപ്പോൾ തങ്ങളെ പോലുള്ള ഒരുപാട് പച്ചക്കറികൾ അവർ കണ്ടു. തങ്ങൾ ഒറ്റക്കല്ല, അവർക്ക് അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് കണ്ടപ്പോൾ മറ്റു പച്ചക്കറികൾക്കെല്ലാം വളരെ സന്തോഷമായി. അതാണ് കേട്ടോ കഥയുടെ ബാക്കി. കണ്ടല്ലോ, നിങ്ങൾ ആ കഥയിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. ആ ഒരു പച്ചക്കറികൾക്കെല്ലാം സന്തോഷമാവുന്നുണ്ട്. ഒരു നാട്ടുചന്തയിൽ എത്തുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലെ, വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തങ്ങളെ പോലുള്ള പച്ചക്കറികളെ കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ അവിടെ വന്നവർക്ക് സന്തോഷമായി എന്നാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒരു കടങ്കഥ പോലെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1-2 കടങ്കഥകൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. ആരായിരിക്കും? ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആരാണ്? തക്കാളി. ചുവന്ന നിറാണ്, പിന്നെ തുടുത്ത കവിളുകളാണ്, ചെറിയൊരു പുളി ഉണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ട്. എന്നാലോ തക്കാളി ഇല്ലാതെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ നമുക്ക്? പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തക്കാളി നിർബന്ധമാണല്ലേ. ഇനി അടുത്ത് നോക്കൂ. എപ്പോഴും പൗഡർ ഇട്ട് കാണാം, വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരായിരിക്കും എപ്പോഴും പൗഡർ ഇട്ടിട്ടുള്ള പച്ചക്കറി? നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ആരാണ്? കുമ്പളങ്ങ. കുമ്പളങ്ങയുടെ പുറത്ത് എപ്പോഴും ഒരു പൊടി ഉണ്ട് അല്ലേ, എപ്പോഴും പൗഡർ ഇട്ട പോലെയാണല്ലേ. അപ്പൊ ഉത്തരം കുമ്പളങ്ങ. ഇനി മക്കളോടൊരു ചോദ്യം ഉണ്ടാക്കാൻ, ഒരു കടങ്കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പച്ചക്കറി വെച്ചിട്ട് ഒരു കടങ്കഥ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ടീച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കടങ്കഥ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി എഴുതിക്കൊണ്ട് കേട്ടോ. ഞാനിതാ അവിടെ ഒരു ഉള്ളിയെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ചുവന്ന മേനി, ചുവന്ന കുപ്പായം, എന്നെ തൊട്ടാൽ എല്ലാവരും കരയും. ഉത്തരം എന്താണ്? ഉള്ളി അല്ലെ. എന്താണ്? ചുവന്ന മേനിയാണല്ലേ, അതേപോലെ ചുവന്ന തോലിയാണ് അതിന്, ചുവന്ന കുപ്പായം. പിന്നെയോ ഉള്ളി മുറിച്ചു കഴിഞ്ഞാല് കണ്ണിൽ നിന്ന് വെള്ളം വരും. അതോ എന്നെ തൊട്ടാൽ എല്ലാവരും കരയുന്നു, അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. വള്ളിയിലാര്, ചെടിയിലാര്? 2 ബോക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിക്കുന്ന അറിയോ? വള്ളിയിൽ ഉണ്ടാകുന്ന കായകൾ ഏതൊക്കെയാണ്, അതുപോലെ ചെടിയിൽ ഉണ്ടാകുന്ന കായകൾ ഏതൊക്കെയാണ്? വള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല, വള്ളിയായിട്ട് പടർന്ന് അതിലുണ്ടാകുന്ന പച്ചക്കറികളും ചെടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളുമാണ്. അപ്പൊ വള്ളിയിലുള്ളത് ഏതൊക്കെയാണ്? കുമ്പളങ്ങ, മത്തങ്ങ, പയറ്, പാവയ്ക്ക, അമര, കോവയ്ക്ക. ഇനി ചെടിയിൽ ഉണ്ടാകുന്നതോ? തക്കാളി, വഴുതന, മുളക്, മുരിങ്ങക്കായ, നെല്ലിക്ക, കടച്ചക്ക. അപ്പൊ അതുപോലെ എഴുതുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പച്ചക്കറി കൊണ്ട് ചിത്രം ഉണ്ടാക്കാം. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയ ചിത്രമാണ്. അതെങ്ങനെയാണ്? വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ്. എങ്ങനെയാണ് അത് ചെയ്യാന്നറിയോ? നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കുക. അപ്പൊ എന്തൊക്കെയാ? ഒരു ഉദാഹരണത്തിന് ഈ ഒരു പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, പൂവിന്റെ ഒക്കെ ചിത്രം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് വെണ്ടക്ക ചെറുതായിട്ട് കട്ട് ചെയ്യാം. വെണ്ടക്ക ചെറുതായിട്ടല്ല, വെണ്ടക്കയുടെ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടക്കൻ്റെ ഉള്ളിൽ ഡിസൈൻ കണ്ടിട്ടില്ലേ, അത് നമുക്ക് കിട്ടും. അത് നമ്മൾ കളറിൽ മുക്കിയിട്ട് ഇഷ്ടമുള്ള ചിത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയതാണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. ഇനി മക്കളും ഇതേപോലെ ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഉരുളക്കിഴങ്ങ് എടുക്കാം, എന്നിട്ട് അതിനുള്ളിൽ എന്തൊക്കെ ഡിസൈൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്ത് ഇഷ്ടമുള്ള ചിത്രം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പൊ ഇത്രയുള്ള ഈ ഒരു പാഠഭാഗത്ത് ഇനി അടുത്ത പേജിൽ നോക്കൂ, മുഖഭാവം വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഓരോന്നിന്റെ നേരം താഴെ കണ്ടോ 3 സ്മൈലികള്, 3 മുഖങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് നേരെ ഓരോ മുഖഭാവം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തുള്ള ഈ സ്മൈലുകൾ അല്ലെങ്കിൽ ഈ മുഖഭാവത്തിന്റെ അർത്ഥം എന്താണെന്ന് മക്കൾക്കറിയോ? ആദ്യത്തേത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖാണല്ലേ. അപ്പൊ അതിനെന്താണ്? അപ്പൊ ഓരോ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു ചിരിച്ചിട്ടുള്ള മുഖം അതിന് നേരെ കൊടുക്കുക. രണ്ടാമത്തത് ചിലപ്പോ കഴിയും അല്ലെങ്കിൽ ചിലപ്പോ കഴിയില്ല എന്നൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലെ. അതിന് നേരെ ഈ രണ്ടാമത്തെ മുഖഭാവം കൊടുക്കുക. മൂന്നാമത്തെ എന്താ? എനിക്ക് കഴിയില്ല എന്ന് വരുന്ന ഒരു സാഡ് ആയിട്ടുള്ള ഒരു സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു മുഖം അല്ലെ. എനിക്ക് കഴിയില്ല എന്നതിന് നേരെ നിങ്ങളൊരു മുഖഭാവം കൊടുക്കുക. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള മുഖം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കട്ടെ. എനിക്ക് കഴിയും എന്ന് തന്നെ ചിന്തിക്കണം. എന്നെ കൊണ്ട് അത് പറ്റും എന്ന് തന്നെ ചിന്തിച്ചിട്ട് ഓരോന്നിന് നേരെ ആ മുഖഭാവം കൊടുക്കുക. ഇതിൽ എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? എനിക്ക് എന്ന് പറഞ്ഞിട്ട് കഥകൾ കൂട്ടുകാർക്ക് മുമ്പാകെ പറയാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയും എന്നുള്ള ഒരു മുഖഭാവം കൊടുക്കുക. പിന്നെയോ കൊച്ചു കഥകൾ എഴുതാൻ കഴിയും. പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. കഥാഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ കഴിയും. കഥയിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. പിന്നെയോ ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കുന്നതിന് പങ്കുണ്ട്. പച്ചക്കറികളുടെ കടങ്കഥ ഉണ്ടാക്കാൻ അറിയാം. പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും. പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം. കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും. സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാൻ അറിയാം. അപ്പൊ ഇതിനൊക്കെ നേരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുഖഭാവം കൊടുക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുഖഭാവം കൊടുക്കുക കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കഴിയൂല, എനിക്കൊന്നും കഴിയില്ല എന്ന് തന്നെ ചിന്തിച്ചിരിക്കരുത്. മക്കളെല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് എനിക്ക് കഴിയും എന്ന് തന്നെ വിചാരിച്ചിട്ട് അവർ ചിരിക്കുന്ന മുഖം എല്ലാത്തിൻ്റെ നേരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞെഴുത്ത്. എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക. മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തടുത്ത വീഡിയോസ് കിട്ടണമെങ്കിൽ എന്താണ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടണം, എന്നാലും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വരുള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക. മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരും പഠിക്കട്ടെ അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.